ഓക്കെ, JBH ഫ്ലൈയുടെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള വീഡിയോയിലേക്കാണ് ഞങ്ങൾ വരുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പോയ പല കുട്ടികളും ഇപ്പോൾ അയർലൻഡിലേക്ക്, പ്രത്യേകിച്ച് അയർലൻഡിലേക്ക് പോയ കുറേ കുട്ടികൾ ഇപ്പോൾ വെക്കേഷനും വന്നു. അതിൽ ഫസ്റ്റ് ഞങ്ങൾ പരിചയപ്പെട്ട് ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത് നിവിൻ വിൽസൺ അല്ലേ? നിവിൻ വിൽസൺ അഗെയിൻ ബാക്ക് ടു കേരള, ബാക്ക് ടു JBH ഫ്ലൈ. ഓക്കെ, അപ്പോൾ വെക്കേഷൻ വേണ്ടി വന്നിരിക്കുകയാണ്. എത്ര ദിവസം വെക്കേഷൻ? ഒരു മാസത്തെ വെക്കേഷൻ ആയിരുന്നു വന്നിരിക്കുന്നത്. പെരുന്നാളൊക്കെ അടിച്ചു പഠിച്ചു അടുത്ത പെരുന്നാൾ കഴിഞ്ഞല്ലേ? ആരെ പറഞ്ഞു പോയി കുറച്ച് ലീവ് എടുത്ത് വന്നിട്ട് ഒന്നൊന്ന് അടിച്ചു പഠിക്കാനുള്ള കണ്ടീഷനായിരുന്നു. അപ്പൊ പഠിക്കാൻ പോയിരിക്കുന്നത് 2024 കോഴ്സ് കഴിഞ്ഞു അല്ലെ? ഏതിനെ പോയിരുന്നു കോഴ്സ്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പൊ അവിടെ ചെന്നു തുടക്കം ഒരു ചെറിയ കൺഫ്യൂഷൻ പാർട്ട് ടൈം ഒക്കെ സെറ്റായി റെഡിയായി. ഇപ്പൊ ഓക്കെയാണ്, അത്യാവശ്യം നല്ല പാർട്ട് ടൈം ഒക്കെ ഉണ്ട്. ഞാൻ കുട്ടികളെ കൗൺസിൽ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ പറയുന്നത് നമുക്ക് ഒരു 80 മണിക്കൂർ എന്തായാലും മിനിമം ഓൺ ആൻഡ് ആവറേജ് അല്ലെ? ഒരു 80,000 മേലെ വേണമെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ജീവിച്ച ഒരു 10-20,000 രൂപ സേവ് ചെയ്യാൻ പറ്റും ഇല്ലേ? പിന്നെ 4 മാസം വെക്കേഷൻ ഇല്ല അവിടെ. ജൂൺ ടു സെപ്റ്റംബർ വെക്കേഷൻ, ഒരു മാസം, അങ്ങനെ മൊത്തം ഒരു 4-5 മാസം വെക്കേഷൻ ഉണ്ട്. അതിലെങ്ങനെയാണ് 3-4 ലക്ഷം രൂപ സേവ് ചെയ്യാനോ? എത്ര ലക്ഷം രൂപ ചെലവാക്കി പോയി? ഫീസില് 12 പിന്നെ ബാക്കി ചെലവ് ഒരു 10-14 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് പോയിട്ടുള്ളതായിട്ട്. അതിലത്തെ വെക്കേഷൻ പീരീഡിൽ വർക്ക് ചെയ്തിട്ട് ഒരു 3-5 ലക്ഷം രൂപ സേവ് ചെയ്തു. അതായത് വെക്കേഷൻ വീട്ടിലേക്കൊക്കെ പോകാൻ ശരിയാവില്ല എന്നർത്ഥം. ഇതിപ്പോ എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് അന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ താഴെ ഇപ്പൊ അടഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇപ്പൊ അടയ്ക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അടയ്ക്കാൻ പറ്റും. ഇപ്പൊ 1G വിസയ്ക്ക് മാറി. ഇപ്പൊ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തു, കോൺവെക്കേഷൻ കഴിഞ്ഞു. എന്നിട്ടിപ്പോ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി 2 കൊല്ലം കൂടി നമുക്ക് നമ്മുടെ മലയാളികൾ ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പോയി ഇന്നൊരു കൊല്ലം കൂടി വർക്ക് ചെയ്ത് നമ്മുടെ ബാധ്യതകൾ തീർക്കാം. ശരിയില്ലേ? തരാറുണ്ട് പോയി ഒരു ബാധ്യതകളൊക്കെ ഈസി ആയിട്ട് തീർക്കാം. പിന്നത്തെ കൊല്ലം സേവ് ചെയ്ത് കഴിഞ്ഞാൽ 10-15 ലക്ഷം വേണമെങ്കിൽ പോരാൻ പറ്റും. അങ്ങനെയുള്ള പ്ലാനില്ല. അവിടെ എന്തായാലും സെറ്റിൽ ആവണം അല്ലെ? ജോലി കിട്ടി നമ്മൾ സെറ്റിൽ ആവണ ശ്രമത്തിൽ തന്നെയാണ് 2 കൊല്ലത്തിനുള്ളിൽ നടന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് എന്നാൽ കുട്ടികൾ ഹാപ്പി ആയിട്ട് ഹാപ്പി അല്ല. ഞങ്ങളുടെ സർവീസിന് ഹാപ്പി ആയിരുന്നില്ല. ഓക്കെ, ഇപ്പൊ അതുകൊണ്ടാണല്ലോ അവർ തിരിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും JBH പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കേണ്ട. ഇപ്പൊ അവർക്ക് അവിടെ സെറ്റിൽ ആവുന്നവർക്ക് ഞങ്ങൾ പുതിയ ടൂറിസം ആരംഭിച്ചിരിക്കുന്നു. അതായത് ടൂറിസം എന്ന് പറയുന്ന കേരളത്തിന്റെ തനതായ ടൂറിസം ഉണ്ടാവും. അതേതാണ്? ആയുർവേദവും പിന്നെ ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഡെന്റലുമാണ്. ഈ ഡെന്റലിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇൻകം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പറ്റും. അപ്പൊ അതിലേക്കും ഞങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്തു. അപ്പൊ എന്നാ തിരിച്ചിനി ഫെബ്രുവരി 8 തിരിച്ചു പോകും അല്ലെ? അപ്പൊ എന്നാ കറക്റ്റ് ഡേറ്റ് എന്തൊക്കെയാ? 9 വീട്ടിലെല്ലാവർക്കും സുഖം, ഹാപ്പിയാണ് ഇപ്പൊ എല്ലാവരും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പോകണമെന്ന് സജസ്റ്റ് ചെയ്യാം. കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും കുട്ടികൾ അവിടെ ചെല്ലുന്നു, ഹാപ്പി ആവുന്നതിലെല്ലാം വളരെയധികം സന്തോഷം. സിയു ഞങ്ങൾ അയർലൻഡിലേക്ക് വരുന്നുണ്ട്. താങ്ക് യു.